ഹായ് ഹലോ മക്കളെ, എല്ലാവർക്കും ഫിറ്റ്നസ് ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് 1ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകമാണ്. അപ്പോൾ അതിൽ ഏത് പാഠാണ്? 11ാമത്തെ പാഠാണ് കേട്ടോ. പാഠഭാഗത്ത് 10 എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ശരിക്കും 11ാമത്തെ പാഠാണ്. പാഠത്തിന്റെ പേരെന്താ? പച്ചക്കറിത്തോണി. അപ്പൊ എന്തായിരിക്കും ഈ ഒരു പാഠത്തിൽ പറയുന്നത്? പച്ചക്കറികളെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ നമുക്ക് വായിച്ചു നോക്കിയാലോ. കിടന്നു കിടന്നു മടുത്തു, മത്തങ്ങ നാട് കാണാനിറങ്ങി. ആരെ കുറിച്ചാ പറയുന്നത്? മത്തങ്ങയെ കുറിച്ച്. മത്തങ്ങ എങ്ങനെയാണ്? മത്തങ്ങ നമ്മൾ കണ്ടിട്ടുണ്ടോ? എവിടെ ഉണ്ടാവാറ്? നിലത്ത് ഇങ്ങനെ വള്ളിയിലല്ലേ, വള്ളിയിൽ പടർന്നിട്ട് അതിലാണ് മത്തങ്ങ ഉണ്ടാവാറ്. അതാണ് പറയുന്നത് കിടന്നു കിടന്നു മടുത്തു. മത്തങ്ങക്ക് കിടന്നു കിടന്നു മടുത്തു, അങ്ങനെ നാട് കാണാനിറങ്ങി. എങ്ങോട്ടാ? പൗഡറും പൂശി വഴിയരികിൽ നിന്ന കുമ്പളങ്ങ ചോദിച്ചു. ആരാണ് ചോദിക്കുന്നത്? കുമ്പളങ്ങ അല്ലേ. കുമ്പളങ്ങ ചോദിക്കണം എങ്ങോട്ടാന്ന്. പൗഡറും പൂശിയിട്ടാ നിൽക്കുന്നത്. അതെന്താ അങ്ങനെ പറയുന്നത് അറിയോ? നിങ്ങൾ കുമ്പളങ്ങ കണ്ടിട്ടുണ്ടോ? കുമ്പളങ്ങന്റെ മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പൗഡർ പോലെ ഉണ്ടാവും, ചെറിയൊരു പൊടി പോലെ ഉണ്ടാവും. കുമ്പളങ്ങ തൊട്ട് നോക്കുന്നവർക്ക് അറിയാം. അത് തൊട്ട് നോക്കിയാൽ നമ്മളെ കയ്യിൽ ചെറിയൊരു പൊടി വരും. അതാണ് കുമ്പളങ്ങ പൗഡറും പൂശി നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ കുമ്പളങ്ങ മത്തങ്ങയോട് ചോദിക്കുകയാണ് എങ്ങോട്ടാണ്. അപ്പൊ മത്തങ്ങ എന്താ പറയുന്നത്? സവാരിക്ക് ഇറങ്ങിയതാ, നാടൊന്ന് ചുറ്റണം. അപ്പോഴോ നമ്മളെ കുമ്പളങ്ങ എന്താ പറയുന്നത്? ഞാനും വരുന്നു. രണ്ടുപേരും കൈകോർത്തു അവർ നടന്നു. അതാ കുത്തനെ ഒരു ഇറക്കം. അയ്യോ, കാല് തെറ്റുന്നേ, പിടിക്കണേ പിടിക്കണേ. അങ്ങനെ അവര് നടന്നു പോകുമ്പോ എന്താ, ഒരു ഇറക്കം കണ്ടു, അതും കുത്തനെയുള്ള ഒരു ഇറക്കം. അപ്പൊ ഇവരെന്താ, കുമ്പളങ്ങയും മത്തങ്ങയൊക്കെ എന്താ ഉരുണ്ടിട്ടല്ലേ. അപ്പൊ ഒരു ഇറക്കം വരുന്ന ഭാഗത്ത് നിന്ന് എത്തുമ്പോ എന്താ ഉണ്ടാവുക? അവര് ഉരുണ്ട് താഴേക്ക് പോലെ. അങ്ങനെ അവര് ഉരുണ്ട് താഴേക്ക് പോകുന്ന ഒരു ചിത്രമാണല്ലേ കാണിക്കുന്നത്. കണ്ടോ, മത്തങ്ങ താഴെ വെള്ളത്തിലേക്ക് വീഴാൻ പോകുന്നു. അതിന്റെ പിന്നിൽ ആരാണ്? കുമ്പളങ്ങയുണ്ട്, പിന്നെ വേറെയും പച്ചക്കറികളൊക്കെ ഉണ്ട് അല്ലേ. രണ്ടുപേരുടെയും നില തെറ്റി ഉരുണ്ടുരുണ്ട് താഴോട്ട്. അങ്ങനെ അവരെന്താ, ഉരുണ്ടുരുണ്ട് താഴോട്ട് പോയി. സഹായിക്കാൻ കൈ നീട്ടിയ ചേനയും പടവലവും തക്കാളിയും എല്ലാം കാലിടറി വീണു. ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൈ നീട്ടിയതായിരുന്നു അല്ലേ. ചിത്രത്തിൽ കണ്ടില്ലേ, ചേനയും പടവലൊക്കെ കണ്ടില്ലേ. അപ്പോ ചേനയും പടവലവും തക്കാളിയൊക്കെ കാലിടറി വീണു അവരെ സഹായിക്കാൻ നോക്കിയപ്പോ. ഡും ഡും ഡും. എന്താണ് പിന്നെ? ഡും ഡും ഡും. അവിടെ നമ്മള് ബാക്കി കൂടി എഴുതി കൊടുക്കണം. എന്താണ്? 2 വരിയിലൂടി ഇതേപോലെ ഡും എന്ന് എഴുതാം. അപ്പൊ എന്താ? ഡും 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 ഡും. ഉരുണ്ടുരുണ്ട് എല്ലാവരും ചെന്ന് വീണതോ പുഴയില്. താഴെ പുഴയാണല്ലേ, നമ്മൾ ചിത്രത്തിൽ കണ്ടില്ലേ. എല്ലാവരും ഉരുണ്ടിട്ട് ആ പുഴയിലേക്ക് അങ്ങോട്ട് വീണു. അപ്പൊ ഇത് കുറച്ച് പച്ചക്കറികളുടെ കഥയാണല്ലേ. ആരാണ് ഇതിൽ കാര്യമായിട്ടുള്ളത്? നമ്മുടെ കുമ്പളങ്ങയും മത്തനും. അവരെന്താണ്, ഒരുമിച്ച് പോവുമായിരുന്നു അല്ലേ. ഒരുമിച്ച് പോകുമ്പോ ഒരു കുത്തനുള്ള ഇറക്കത്തില് രണ്ടുപേരുടെ നില തെറ്റിയിട്ട് അവര് താഴേക്ക് ഒരു പുഴയിലേക്ക് വീഴണം. കൂടെ അവരെ സഹായിക്കാൻ നിന്നിട്ടുള്ള പടവലവും തക്കാളിയും ചേനയൊക്കെ പുഴയിലേക്ക് വീണെന്നാണ് പറയുന്നത്. ഇനി എന്താ, കഥയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി പറയാമോ? ഈ കഥയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? മത്തങ്ങയും കുമ്പളങ്ങയും വീഴാൻ കാരണം എന്താണ്? ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മളോട് ഉണ്ടാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെ എഴുതുക? എളുപ്പമാണ് കേട്ടോ മക്കളെ. ആദ്യത്തെ ചോദ്യം എന്താണ്? പൗഡറും പൂശി വഴിയരികിൽ നിന്നതാര്? ആരായിരുന്നു പൗഡറൊക്കെ പൂശി വഴിയരികിൽ നിന്നത്? കുമ്പളങ്ങ. മത്തങ്ങയും കുമ്പളങ്ങയും എങ്ങനെയാണ് വീണത്? എങ്ങനെയായിരുന്നു? അവര് കുത്തനുള്ള ഇറക്കത്തിൽ നിന്ന് ഉരുണ്ട് താഴേക്ക് വീണു അല്ലേ. ആരൊക്കെയാണ് മത്തങ്ങയെയും കുമ്പളങ്ങയെയും സഹായിക്കാൻ ശ്രമിച്ചത്? ആരൊക്കെയായിരുന്നു? തക്കാളി, പടവലം, ചേന. എവിടേക്കാണ് അവർ രണ്ടുപേരും ഉരുണ്ട് വീണത്? എവിടേക്കായിരുന്നു അവർ രണ്ടുപേരും? എവിടേക്കാണ് ഉരുണ്ട് വീണത്? പുഴയിലേക്ക് ഉരുണ്ട് വീണു അല്ലേ. അപ്പൊ ഇതുപോലെ ഇനിയും ചോദ്യങ്ങൾ മക്കൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എഴുതി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തതൊരു പാട്ടാണ് കേട്ടോ. പച്ചക്കറികളെ കുറിച്ചുള്ള പാട്ടാണ്. എന്താ പാട്ടിന്റെ പേര്? പാട്ടരങ്ങ്. നമുക്കൊന്ന് പാടി നോക്കിയാലോ. മത്തൻ ചേന കുമ്പളങ്ങ തിത്തിത്താര തിത്തിത്തേ, വെണ്ട ചീര വെള്ളരിക്ക തിത്തിത്താര തിത്തിത്തേ. മത്തൻ ചേന കുമ്പളങ്ങ വെണ്ട ചീര വെള്ളരിക്ക, നേന്ത്രക്ക
വെണ്ടക്കായ പടവലം മുരിങ്ങക്കായ ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതേ തേതോം. വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പും മല്ലിച്ചപ്പും ഇഞ്ചി പച്ചമുളകുകൾ നിരന്നു നിന്നു. പച്ചക്കറി തോണിയേറി പച്ചക്കറി തുഴയേന്തി പച്ചക്കറി പാട്ടും പാടി വരുന്നു ഞങ്ങൾ. ഓ തിത്തിത്താര. അവിടെ എന്താണ് എഴുതി കൊടുക്കേണ്ടത്? അവിട്ട ഭാഗത്ത് നമ്മൾ തിത്തിത്തേ തകതേ തിത്തേ തകതേ തേതോം. ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകതേ തേതോം. അങ്ങനെ എഴുതി കൊടുക്കട്ടോ മക്കളെ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. 2 ബോക്സ് തന്നിട്ടുണ്ടല്ലേ. ഓരോ ബോക്സിൽ എന്താണ്? ആദ്യത്തേതിൽ പാട്ടിലുള്ള പച്ചക്കറികൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തതിൽ അറിയാവുന്ന മറ്റു പച്ചക്കറികൾ. അപ്പൊ എന്താണ് പാട്ടിലുള്ള പച്ചക്കറികൾ? മത്തൻ, ചേന, കുമ്പളങ്ങ, വെണ്ട, ചീര, വെള്ളരിക്ക, നേന്ത്രക്കായ, പടവലം, മുരിങ്ങക്കായ, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പ്, മല്ലിച്ചപ്പ്, ഇഞ്ചി, പച്ചമുളക്. ഇനി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന മറ്റു പച്ചക്കറികൾ ഏതൊക്കെയാണ്? അപ്പൊ കുറച്ച് ടീച്ചർ ഇവിടെ എഴുതി കാണിക്കുക, ബാക്കി മക്കളും കണ്ടെത്തിയിട്ട് എഴുതുക കേട്ടോ. ബീറ്റ്റൂട്ട്, തക്കാളി, കാബേജ്, ക്യാരറ്റ്, കൈപ്പങ്ങ, സവാള, ഉരുളക്കിഴങ്ങ്, വഴുതന, കോളിഫ്ലവർ, പയറ്, ക്യാപ്സിക്കം. ഇതുപോലെ മക്കൾക്ക് അറിയുന്ന പച്ചക്കറിയൊക്കെ ഉണ്ടാവില്ലേ, അതും എഴുതി ചേർത്ത് കൊടുക്കുക കേട്ടോ. അടുത്ത പ്രവർത്തനം നോക്കൂ. പച്ചക്കറികളുടെ ഉപയോഗമനുസരിച്ച് തരംതിരിക്കാം. അപ്പൊ വീട്ടില് 3 ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതിൽ 3 ബോക്സ് ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ്? ഇലകൾ, കായകൾ, മറ്റു ഭാഗങ്ങൾ. അപ്പോൾ നമ്മൾ പച്ചക്കറികളുടെ ഉപയോഗം അനുസരിച്ച് ഇങ്ങനെ 3ആയിട്ട് തരംതിരിക്കണം. ആദ്യത്തേതിൽ ഇലവർഗ്ഗങ്ങൾ, ഇലകൾ വരുന്ന പച്ചക്കറി, ഇലകൾ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറി. പിന്നെയോ കായകൾ ഉപയോഗിക്കുന്ന പച്ചക്കറിയാണ് രണ്ടാമത്തേതിൽ. പിന്നെ മറ്റു ഭാഗങ്ങൾ, ഇലകളും കായകളും ഇല്ലാത്ത മറ്റു ഭാഗങ്ങളാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പൊ എല്ലാത്തിലും ഓരോന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഇലകളിൽ എന്താണ്? ചീരയില തന്നിട്ടുണ്ട്, കായകളിൽ മുരിങ്ങക്കായ തന്നിട്ടുണ്ട്. മറ്റു ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? വാഴയുടെ വാഴക്കൂമ്പ്, അതുപോലെ തന്നെ വാഴപ്പിണ്ടി. ഇതേപോലെ ഇനി നമുക്കറിയുന്നതും നിങ്ങൾക്കറിയുന്നത് അവിടെ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയാലോ. ഇലകളിൽ എന്തെല്ലാം എഴുതാം? ചീരയില കൂടാതെ മുരിങ്ങയില, മത്തനില, പയറില. പിന്നെ കായകളിൽ നേന്ത്രക്കായ, മുരിങ്ങക്കായ, വെള്ളരി, വെണ്ടയ്ക്ക. മറ്റു ഭാഗങ്ങൾ വാഴക്കൊമ്പും വാഴപ്പിണ്ടി അവർ തന്നിട്ടുണ്ട് അല്ലേ. പിന്നെയോ ചേമ്പിൻ താള്, മുരിങ്ങപ്പൂവ്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ ഈ ഓരോ ബോക്സിൽ ചെറുതായിട്ട് എഴുതി കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ ബോക്സ് അല്ലേ തന്നിട്ടുള്ളത്. അപ്പൊ ചെറിയതായിട്ട് എഴുതിയിട്ട് ബാക്കിയുള്ളത് കൂടി നിങ്ങൾക്ക് അറിയുന്നത് ചേർത്ത് കൊടുക്കുക. അടുത്ത പ്രവർത്തനം നോക്കൂ. കടങ്കഥകളാണല്ലേ. 3 കടങ്കഥ തന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരം കണ്ടെത്താനാണ്. ആദ്യത്തെ കടങ്കഥ എന്താ? അടിപാറ, നടുവടി, തലകാട്. അപ്പൊ എന്താണ്? അടിയില് പാറയാണ്, നടുവില് വടിയാണ്, തല കാടാണ്. എന്താ അതിന്റെ ഉത്തരം മക്കൾക്കറിയോ? ഉത്തരം ചേന. ചേന എങ്ങനെയാണ്? അടിയിലല്ലേ, മണ്ണിനടിയിലാണ്. കാണുമ്പോ ഒരു പാറ പോലെ തോന്നില്ലേ? അതിന്റെ തണ്ട് നടുവടിയാണ് അല്ലെ. തണ്ട് ഒരു വടി പോലെയാണ് ചേനയുടെ തണ്ട്. ഇനിയോ തല, അതിന്റെ തണ്ട് നിറയെ ഇല ഉണ്ടാവും അല്ലേ. അതിനാണ് തല കാട് എന്ന് പറയുന്നത്. ഇനി അടുത്തതോ? കയ്പുണ്ട്, കാഞ്ഞിരമല്ല, മുള്ളുണ്ട്, മുരിക്കല്ല, വാലുണ്ട്, വാനരനല്ല. ആരായിരിക്കും കയ്പുള്ളത്? ആർക്കാണ്? ഏത് പച്ചക്കറിയാണ് കയ്പുള്ളത്? അതിന് പുറത്ത് ഏകദേശം അങ്ങനെ മുള്ളു പോലെ ഉണ്ടാവും. അത് ഏതാണ്? പാവയ്ക്ക അല്ലെങ്കിൽ കയ്പയ്ക്ക അല്ലേ. അത് നല്ല കയ്പാണ് അല്ലേ. ഭാഗം കണ്ടിട്ടില്ലേ? കാണുമ്പോ ഒരു മുള്ളു പോലെയാണല്ലേ. പിന്നെയോ അതിന്റെ വള്ളിയാണ് വാലുണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കൂ. മണ്ണിനുള്ളിൽ പൊന്നമ്മ. അതേതായിരിക്കും? മണ്ണിനുള്ളിൽ പൊന്നമ്മ. മണ്ണിനടിയിൽ ഉണ്ടാവുന്ന മഞ്ഞ കളറുള്ള പച്ചക്കറി ഏതാ? മഞ്ഞള്. ഉത്തരം മഞ്ഞള്. അടുത്ത പ്രവർത്തനം നോക്കൂ മക്കളെ. ഒരു ഡയറി കുറിപ്പാണല്ലേ. ആരുടെ ഡയറി കുറിപ്പാണ്? നന്ദിതയുടെ ഡയറി. ഇന്ന് സ്കൂൾ അവധിയാണ്. അതുകൊണ്ട് ഞാനും അമ്മയും കൂടി കൃഷിത്തോട്ടത്തിൽ പോയി.
അവിടെ മുളക് ചെടിയും പയറു ചെടിയും വെണ്ടക്കയും ഉണ്ട്. ഞാൻ അതിലെല്ലാം വെള്ളമൊഴിച്ചു. പുഴു തിന്നുന്ന ഇലകളെല്ലാം ഞാൻ പറിച്ചു കളഞ്ഞു. പുഴു വരാതിരിക്കാൻ എല്ലാത്തിനും അമ്മ മരുന്നടിച്ചു. നന്ദിത MS, GLPS, കിഴക്കമ്പലം, കോലഞ്ചേരി, എറണാകുളം. അടുത്ത പ്രവർത്തനം നോക്കൂ. കൃഷിപാഠം. നന്ദിത മോളുടെ ഡയറി വായിച്ചല്ലോ. നിങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യാൻ പഠിച്ചോ? കൃഷി രീതിയെ കുറിച്ച് എഴുതാമോ? അപ്പൊ ഡയറി വായിച്ചല്ലോ. നന്ദിത മോൾ എന്താണ് ഡയറിയിൽ എഴുതിയിട്ടുള്ളത്? കൃഷി ചെയ്ത കാര്യങ്ങളും ഒരു ചെടിക്ക് നനച്ച കാര്യങ്ങളൊക്കെ ആണല്ലേ. അപ്പൊ നിങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യാൻ പഠിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ കൃഷി രീതിയെ കുറിച്ചിട്ട് എഴുതണം. എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അതെങ്ങനെയാണ്? ആദ്യം എന്ത് പച്ചക്കറി കൃഷി ചെയ്യണമെന്ന് തീരുമാനിക്കണം. നമ്മൾ എന്താണോ കൃഷി ചെയ്യേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കുക. അതിനുള്ള വിത്ത് ശേഖരിക്കണം. ഏത് വിത്താണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് എന്നാണ് നോക്കുന്നത്, അത് ശേഖരിക്കുക. പിന്നെയോ കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലം കണ്ടെത്തി മണ്ണ് നന്നായി ഉഴുതുമറിക്കുക. നമ്മളെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തുക. എന്നിട്ട് വിത്തൊക്കെ നമ്മൾ വിതറുന്നതിന് മുമ്പ് എന്താണ്, ആ മണ്ണ് നന്നായിട്ട് ഉഴുതുമറിക്കുക. ശേഷം നമ്മൾ വിത്ത് വിതക്കുക. അതിന് വളരാൻ ആവശ്യമായ വെള്ളവും വളവും നൽകുക. വിത്ത് വളരണമെങ്കിൽ എന്ത് വേണം? ആവശ്യമായിട്ടുള്ള വെള്ളവും വളവും വേണം. പിന്നെയോ കീടങ്ങൾ വരാതിരിക്കാനായി ആവശ്യമുള്ള കീടനാശിനികൾ തളിക്കുക. കീടങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം ആ കീടങ്ങൾ വരാതിരിക്കാനായിട്ട് അതിനാവശ്യമായിട്ടുള്ള കീടനാശിനികൾ തളിക്കുക. ഇങ്ങനെയാണ് കൃഷി ചെയ്യേണ്ട രൂപം. ഇനി അടുത്തത് എന്താണ്? ഒരു പാട്ടാണ് അല്ലേ, ഒരു കവിതയാണ്. കവിതയുടെ പേര് വിരിപ്പ് കൃഷി. എന്താണ് വിരിപ്പ് കൃഷി എന്നറിയോ മക്കളെ? വിരിപ്പ് കൃഷി എന്ന് കേട്ടിട്ടുണ്ടോ? വിരിപ്പ് കൃഷി എന്ന് പറഞ്ഞാല് കേരളത്തില് എന്താണ് 3 തരത്തിലുള്ള കൃഷിവേളകളുണ്ട്. അതായത് കേരളത്തിലെ പരമ്പരാഗത നെൽകൃഷി എന്ന് പറയുന്നത് 3 വേളകളിലാണ്. അതിൽ ഒന്ന് വിരിപ്പ് എന്ന് പറയും, വിരിപ്പ് കൃഷിയാണ്. രണ്ടാമത്തത് എന്താണ്? മുണ്ടകൻ കൃഷി, പിന്നെ പുഞ്ചകൃഷി. ഇങ്ങനെ 3 കൃഷികളാണ് ഉള്ളത്. അതിൽ ആദ്യത്തേതാണ് വിരിപ്പ് കൃഷി. വിരിപ്പ് കൃഷിക്ക് എന്താ പറയാ, വിരിപ്പ് കൃഷിയെ നമ്മൾ കന്നി കൃഷി അല്ലെങ്കിൽ കന്നിപ്പൂ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു വിരിപ്പ് കൃഷി ചിങ്ങം കന്നിയോടെയാണ് കൊയ്യുന്നത്. അതായത് നെല്ലൊക്കെ മുളച്ചു വന്ന് നമ്മൾ ചിങ്ങം കന്നിമാസം ഒക്കെ ആവുന്ന ഒരു സമയത്താണ് കൊയ്യുന്നത്. അപ്പൊ ആ ഒരു കന്നിമാസത്തിൽ കൊയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, വിരിപ്പ് കൊയ്ത്തിനെ കന്നിക്കൊയ്ത്ത് എന്നും പറയും. അപ്പൊ നമുക്കിനി ഒരു പാട്ട് പാടി നോക്കിയാലോ? വിരിപ്പ് കൃഷി. ഈറ്റ വെട്ടി കാട് വെട്ടി പൊതക്കാട്ടിൽ തീയെരിച്ച് വിരിപ്പിടം തീയെരിച്ച് അമ്മ വിളിച്ചു അച്ഛൻ വിളിച്ചു വീട്ടുകാരും നാട്ടുകാരും ഊരാകെ ഒത്തുവിളിച്ചു. ചീരവിത്തേ ചോളവിത്തേ കടുക് തുവര അമരവിത്തേ ചാമവിത്തേ വരകുവിത്തേ നെല്ല് വെള്ളരി മത്തൻ വിത്തേ പുതുമഴയിൽ കൺ തുറന്ന് പൂവിരിഞ്ഞു കായ ചാഞ്ഞ് എന്നുമെന്നും വിളവുകാലം എന്നുമെന്നും വിളവുകാലം. അപ്പൊ ഇത് എന്തിനെ കുറിച്ചുള്ള പാട്ടാണ്? കൃഷിയെ കുറിച്ച് അല്ലെ. കൃഷി ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു പാട്ട് അല്ലെങ്കിൽ കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെ നോക്കൂ, എന്താ ചോദിച്ചിട്ടുള്ളത്? നിങ്ങൾ കണ്ടിട്ടുള്ള വിത്തുകൾ പാട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ അതാ ടിക്ക് അടയാളം നൽകുന്നതാണ്. എന്താണ് നിങ്ങൾ കണ്ടിട്ടുള്ള വിത്തുകൾ ഈ പാട്ടിലുണ്ടോ? എന്തൊക്കെ വിത്തിന്റെ പേരാണ് ഇപ്പൊ ഈ ഒരു പാട്ടിൽ പറഞ്ഞത്? ചീരവിത്തുണ്ട്, ചോളവിത്ത്, കടുക്, തുവര, അമര, ചാമവിത്ത്, വരക് വിത്ത്, നെല്ല്, വെള്ളരി, മത്തൻ ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതിന് ടിക്കിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചീരയുടെ വിത്ത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ. വീട്ടിൽ ചോദിച്ചു നോക്കൂ, അമ്മയ്ക്കൊക്കെ അറിയുന്നുണ്ടാവും ചീരവിത്ത്. അതുപോലെ തന്നെ ചോളത്തിന്റെ വിത്ത് കണ്ടിട്ടുണ്ടാവും. പിന്നെ കടുക്, തുവര, അമര കണ്ടിട്ടുണ്ടാവും. ചാമ മിക്കവാറും അധികം കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ വരക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ നെല്ല് കണ്ടിട്ടുണ്ടോ? അതുപോലെ വെള്ളരിയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. മത്തന് കണ്ടിട്ടുണ്ടാവും. അപ്പൊ മക്കള് കണ്ടിട്ടുള്ളത് മാത്രം ഇതില് ടിക്കിട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഇത്രേ ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. ബാക്കി ഈ ഒരു പാഠഭാഗത്തുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തതൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കുക, ഇതിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു നോക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ മക്കൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ അവരും കണ്ടോട്ടെ, അവരും പഠിച്ചോട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയിടട്ടെ, എന്നാലേ ടീച്ചർ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ മക്കൾക്കും ഗുഡ് ബൈ.